ബഡ്ജറ്റ് വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത്, ജനം ഇവിടെ ബുദ്ധിമുട്ടി അങ്ങനെ പോവും. ഈ പോണ സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചാൽ മതിയാ? നേരത്തെ പ്രഖ്യാപിക്കാത്തത് എന്തോന്ന് ആരോഗ്യ ഇൻഷുറൻസ്? ചെറിയൊരു തട്ട് കിടക്കും പോലും നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്, പക്ഷെ നമുക്ക് ആരെയും കൊണ്ടൊരു പ്രയോജനമില്ല. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഇമാതിരിയുള്ള കളികൾ കമ്പ്ലീറ്റ് കളിക്കുന്നത്. ഇതൊക്കെ ജനമന്ത്രി വിട്ടികളാണ് അവിടെ. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ, അതായത് അവസാന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ജനകീയമായ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്, ഓട്ടോ തൊഴിലാളികൾ നോക്കിക്കാണുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ തൊഴിലാളികളോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപനത്തെ എങ്ങനെയാണ് അവർ കാണുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല കാര്യം തന്നെ. ഇതൊക്കെ നടപ്പിലാവോ എന്നുള്ളതാണോ? നടപ്പിലാവോ എന്ന് ആയാ കൊള്ളാം. ചേട്ടാ, ബഡ്ജറ്റില് പിന്നെ ഓട്ടോ ഡ്രൈവർമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ബഡ്ജറ്റ് വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത്, ജനം ഇവിടെ ബുദ്ധിമുട്ടി അങ്ങനെ പോവും. അത്ര തന്നെ. അല്ലാതെ ബഡ്ജറ്റ് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? നമ്മളെ വീട്ടിൽ ആരോഗ്യ ഇൻഷുറൻസ് ഈ പോണ സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചാൽ മതിയാ? നേരത്തെ പ്രഖ്യാപിക്കാത്തത് എന്തോന്ന് ആരോഗ്യ ഇൻഷുറൻസ്? ഇവിടെ നമുക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് നമുക്കറിയാം ഏതാണെന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് പാക്കേജ് എന്തിന്? ഇതെല്ലാം വാഗുകൊണ്ടുള്ള പറയണ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഇമാതിരിയുള്ള കളികൾ കമ്പ്ലീറ്റ് കളിക്കുന്നത്. ഇതൊക്കെ ജനമന്ത്രി വിട്ടികളാണ് അവിടെ. ജനം വിവരമുള്ളവരാ, ജനങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് പ്രയോജനം? നമ്മൾ അധ്വാനിച്ചാലേ നമുക്കുള്ളൂ സഹോദരാ. അല്ലാതെ ഇവരൊന്നും ആരും ഒന്നും നമ്മളെ ബാങ്കിൽ അക്കൗണ്ടിലും ഇതിലൊന്നും കൊണ്ടൊന്നും ഇട്ട് തരില്ല. തരുമോ? ഒന്നും തരില്ല. ചേട്ടാ, ബഡ്ജറ്റിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നല്ലതാണോ? എന്താണ്? നല്ലതല്ലേ? നല്ലതാണ്. പിന്നെ അല്ലാതെ നല്ല അഭിപ്രായമുണ്ട്. ഇത് നടപ്പിലാവും. നടപ്പിലാക്കിയാൽ കൊള്ളാം. എന്നാലും എല്ലാവർക്കും കൊള്ളാം. നമുക്ക് മാത്രമാണ് ഒരു ആനുകൂല്യം കിട്ടാത്തത്. നമ്മൾ മാത്രം അങ്ങോട്ട് എല്ലാത്തിനും ടാക്സ് കുറച്ച് എല്ലാ കാര്യങ്ങളും ചെറിയൊരു തട്ട് കിടക്കും പോലും നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്, പക്ഷെ നമുക്ക് ആരെയും കൊണ്ടൊരു പ്രയോജനമില്ല. ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. പക്ഷെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. വേറെ മിക്ക എണ്ണത്തിനും ഇൻഷുറൻസ് തേർഡ് പാർട്ടി വണ്ടിക്കുള്ളതും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഡ്രൈവേഴ്സിനൊന്നും കാണില്ല. അല്ലാതെ ഫുൾ ഇൻഷുറൻസ് ഡ്രൈവർമാർക്ക് അത് പ്രയോജനമുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ അത് പ്രയോജനപ്പെടുത്തണവർ ഇത്രേ ഉള്ളൂ. അതല്ല അവർക്കേ അറിയാവൂ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സർക്കാർ കാര്യങ്ങളല്ലേ. ചിലർ എന്നോട് ഇപ്പോൾ പറഞ്ഞു ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളും തിരഞ്ഞെടുപ്പ് ബന്ധിച്ചാണല്ലോ ഇടുന്നത്. പക്ഷേ ഇത് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കണം. അല്ലാതെ നമ്മളല്ലാതെ ഞങ്ങൾ പറഞ്ഞ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാ വികസന പദ്ധതികളും അല്ലെങ്കിൽ എന്ത് ക്ഷേമ പദ്ധതികളായിരുന്നാലും കുറേയൊക്കെ ഇലക്ഷൻ്റെ അടുപ്പിച്ചാണത്. അത് നല്ല കാര്യങ്ങൾ തന്നെ. അത് പ്രയോജനപ്പെടുത്തി തന്നാൽ മതി, കൊടുത്താൽ മതി, തന്നാൽ ഉപകാരം. എന്തായാലും ഓട്ടോ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ആ ഒരു പ്രഖ്യാപനം മാത്രമല്ല, 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർഷം 15 കോടി ഇതിനായി വേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. മെഡിസെപ്പ് 2.0
അതായത് 2.0 ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. കൂടുതൽ ആനുകൂല്യവും കൂടുതൽ ആശുപത്രികളും ഇതിൽ ഉണ്ടാകും. വിരമിച്ചവർക്ക് മെഡിസെപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസെപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും. അതേസമയം റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ലൈഫ് സേവർ പദ്ധതിയാണ് ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ഉണ്ടാകും. 15 കോടി പദ്ധതിക്കായി വകയിരുത്തി. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 50 കോടി വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ എന്നാണ് വിദഗ്ധർ എല്ലാവരും തന്നെ ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഓട്ടോ തൊഴിലാളികൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള പ്രഖ്യാപനമാണ്. പക്ഷേ നല്ല ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത് അത് നടപ്പിലായാൽ കൊള്ളാം എന്നുള്ള പ്രതികരണമാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.